التمسك بالأثر نجاه. പന്ത്രണ്ടാമത്തെ ഹദീസ്. الحديث الثاني عشر عن عمر رضي الله عنه أنه قال سمعت النبي صلى الله عليه وسلم يقول لا تطروني كما أطرت النصارى ابن مريم فإنما أنا عبده فقولوا عبد الله ورسوله رواه البخاري. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ യഖൂലു അലൽ മിമ്പരി, മിമ്പർന്ന് പറയാൻ ആരെ? ഉമർ റളിയല്ലാഹു അൻഹു. സമിഅതു നബിയ, നബിനെ ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഹദീസുകൾ അങ്ങനെയൊക്കെ സമിഅതു നബിയ, നബീനെ കേൾക്കുക. നബീനെ കേട്ടു പറഞ്ഞാൽ എന്താ ഉദ്ദേശം? സമയത്ത് ഒരു മുദാഫ് പറഞ്ഞതാ. സമയത്തു കലാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം ഞാൻ കേട്ടു. യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന നിലയിൽ എന്താ കേട്ട സംസാരം? ലാ തുതുറൂനി, ലാ തുതുറൂനി, നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയമ, നസാറാക്കൾ ഇബ്നു മറിയം. ഇബ്നു മറിയം ആരാ? ഈസാ നബി അലൈഹിസ്സലാമയെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുതിട്ടോ. ഫഇന്നമാ അന അബ്ദു, ഞാൻ എന്താണ്? ഞാൻ അല്ലാഹുവിന്റെ ഒരു അടിമ മാത്രമാണ്. അതുകൊണ്ട് ഫഖൂലു അബ്ദുല്ലാഹ്, നിങ്ങൾ അബ്ദുല്ലാഹ്, എന്നെ കുറിച്ചുണ്ട് അള്ളാഹുവിന്റെ അടിമയാന്ന് പറഞ്ഞോളി. വ റസൂലുഹു, അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈസാ നബിയെ കുറിച്ച് ക്രിസ്ത്യാനികൾ അതിര് കവിഞ്ഞതുപോലെ എന്നെ കുറിച്ച് നിങ്ങൾ പറയരുതെന്നാ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ട കാര്യമാണ്. ഇന്ന് എന്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദഹ് ചെയ്യുക എന്ന പേരിൽ കുഫർ പോലും, കുഫറിന്റെ സംസാരങ്ങൾ പോലും നടത്തുന്ന ഉലാത്തുകളായ അതിരി കവിഞ്ഞ സൂഫികളെ, കുബൂരികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ലാ തുതുറൂനി, അത്റ എന്ന പദത്തിൽ നിന്നാണ് അത്റാ യുത്രി തുതുറൂനി. ലാ തുതുറൂനി, എന്നെ നിങ്ങൾ, ലാ നഹിയ ലാ തുതുറൂനി, എന്നെ നിങ്ങൾ പുകഴ്ത്തരുത്. ഹദീസിന്റെ അർത്ഥം ഇതുപോലെ കമാ അത്റത്തിൻ നസാറ, നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ ഇബ്ന മറിയമ, ഈസാ നബി അലൈഹിസ്സലാമിനെ. ഫഇന്നമാ അന അബ്ദു, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് നിങ്ങൾ പറഞ്ഞോളി. വ റസൂലുഹു, അല്ലാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾ പറഞ്ഞോളി. എന്താണ് അൽ അത്റാ? അഫ്അല വസ്നിൽ അത്റാ യുത്രി അൽ ഇത്റാഉ. അൽ ഇത്റാ എന്ന് പറഞ്ഞ അതിന്റെ മാന, അതിനെക്കുറിച്ച് ഇമാം ബഗവി റഹ്മഹുല്ലാഹ് ശറഹ് സുന്നയിൽ പറഞ്ഞത് കാണാം. ഇവിടെ ഉദ്ദേശിച്ചത് എന്താ? മുജാവസത്തുൽ ഹദ്ദ് ഫിൽ മദ്ഹ്, പുകഴ്ത്തുന്ന വിഷയത്തിൽ മുജാവസത്തുൽ ഹദ്ദ്, പരിധി വിടലാണ്. വൽ കദിബു ഫീഹി, മദ്ഹ് ചെയ്യുന്നതിൽ കളവ് കൂട്ടി കലർത്തലുമാണ്. നിങ്ങൾ എന്നെ ലാ തുതുറൂനി എന്ന് പറഞ്ഞല്ലോ, എന്റെ ഉദ്ദേശമാണ് ഇത്ര എന്ന് പറഞ്ഞാൽ എന്താ? മദ്ഹ് ചെയ്യുന്നതിൽ അതിരി കവിയുകയും ആ മദ്ഹ് ചെയ്യുന്നതിൽ കളവ് പറയുകയും ചെയ്യുക. വദാലിക, കാരണം എന്താണെന്നറിയോ? വദാലിക അന്ന നസാറ അഫ്റതു ഫീ മദ്ഹി ഈസ വ ഇത്റാഇഹി ബിൽ ബാത്തിൽ. എന്താണ് ക്രൈസ്തവർ ചെയ്തത്? ഈസാ നബി അലൈഹിസ്സലാമിനെ മദ്ഹ് ചെയ്യുന്നതിൽ അവർ അതിരി കവിഞ്ഞു. അദ്ദേഹത്തെ ബാത്തിലായ കാര്യങ്ങൾ കൊണ്ട് പുകഴ്ത്തിയവർ. അതേതാ? വജഅലൂഹു വലദ, അല്ലാഹുവിന്റെ സന്താനം എന്ന് പറഞ്ഞു. അത് ബാത്തിലാണ്, കളവാണ്, അത് അതിരി കവിയലാണ്. അതുകൊണ്ട് ഫമനഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞു ഉമ്മത്തഹു, തന്റെ ഉമ്മത്തിനെ, മിൻ അയ്യുതുറൂഹു ബിൽ ബാത്തിൽ, ബാത്തിലായ കാര്യങ്ങൾ കൊണ്ട്, പറയാൻ പറ്റാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാടുകളിലുള്ള ആളുകളെടുത്ത് പരിശോധിച്ചു, അതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ ദഅവത്ത് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി അതിരി കവിഞ്ഞ ആളുകൾ ഏതൊക്കെ വിഷയത്തിലാണ്? ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ്, അല്ലെ മദ്ഹ് ചെയ്യാന്ന് പറഞ്ഞ്, ഒരിക്കലും പറയാൻ പാടില്ലാത്ത ബാത്തിലായ കാര്യങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നതിൽപ്പെട്ട ഒരു വിഷയമാണ് ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യും ഫീ ഖബ്രിഹി ഹയാതൻ ദുനിയവിയ്യ, ഖബറിലും ദുനിയവിയായ ജീവിതം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അത് ഗുലുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അതിരി കവിയതിൽപ്പെട്ടതാണ്. അതായത് ഖബറിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയവിയായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുക. അത് ഖുർആന് തന്നെ എതിരാണ്. കാരണം ഖുർആൻ അല്ലാഹു എന്താ പറഞ്ഞത്? ഇന്നക മയ്യിത്തുൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, നബിയെ താങ്കൾ മരിക്കുന്നതോ ഇന്നഹും മയ്യിത്തൂൻ, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും മരിക്കുന്നതാൽ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറടക്കി, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചു. ഇജ്മാഉ സഹാബയ, സഹാബാക്കൾ ഇജ്മാഉള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്? അഹ്ലുസുന്നയുടെ വിശ്വാസം അല്ലമ ഇബ്നു അബ്ദുൽ ഹാദി അൽ ഹംബലി റഹ്മഹുല്ലാഹ് ഹിജ്റ 744 മരിച്ച ഇമാമാണ്. അദ്ദേഹം സുബ്കിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അതിരികവിഞ്ഞ സംസാരങ്ങളൊക്കെ നടത്തിയപ്പോൾ അതിന് മറുപടി കൊടുത്തതാണ്. സുബ്കിക്ക് മറുപടിയായിട്ട് അസ്സാരിമുൽ മുൻകി എന്ന കിതാബ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മഹുല്ലാഹ് പറയാൻ, അഹ്ലുസുന്ന, അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്? യഅ്തഖിദൂന അന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയ്യ ഹയാതൻ ബർസഖിയ്യ, ബർസഖിയായ ജീവിതത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. തുഖാലിഫുൽ ഹയാത ദുനിയവിയ്യ, ഈ ദുനിയാവിക ജീവിതത്തിനോട് എതിരാവുന്ന ബർസഖിയായ ഖബർ ജീവിതത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. അൽ തുഖാലിഫുൽ ഹയാത ദുനിയവിയ്യത്തൽ മഅഹൂദ, ദുനിയാവിലെ ജീവിതം എല്ലാവർക്കും അറിയുന്നതാണ്. ഈ അറിയപ്പെട്ട ദുനിയാവിന്റെ ജീവിതത്തിനെതിരായ ഖബർ ജീവിതത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. വലാ യഅലമു കൈഫിയതഹ ഇല്ലല്ലാഹ്, അതിന്റെ രൂപം ആർക്കറിയോ? അല്ലാഹുവിനറിയോ. നമുക്കറിയോ? അല്ലാഹുവിനോ. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും ഖബറിൽ ദുനിയവിയായ ജീവിതമാണ് ജീവിക്കുന്നത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ പറഞ്ഞ ഉലുവിൽപ്പെട്ട കാര്യമാണ്. ഒന്നത്. രണ്ടാമതായി നമ്മുടെ നാട്ടിൽ പല ആളുകളും പറഞ്ഞു പ്രചരിപ്പിക്കുന്ന കാര്യമാണ് എന്താ? ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു അന്ന അവ്വല മാ ഖലഖല്ലാഹ്, ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് ഹുവ നൂറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശ നൂറാണ് എന്ന ഉലുവിന്റെ അതിരികവിന്റെ സംസാരം. അതിനവർ പ്രധാനമായും മക്ദൂബായ, കെട്ടിച്ചമച്ച വ്യാജമായ ചില റിവായ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് അവർ പറയുന്നത്. അല്ലാതെ സ്വഹീഹായ ഒരു ദലീലും അതിനില്ല. സ്വഹീഹായ ഒരു ദലീലും അതിനില്ല. ആദ്യം അല്ലാഹു സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറാണ് എന്നുള്ളത് അതൊരിക്കലും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെപ്പോലെ ഒരു മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു കഹ്ഫ് പറഞ്ഞല്ലോ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ, ഖുൽ നബിയെ താങ്കൾ പറയണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ തന്നെ. യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ ചില പ്രത്യേകതകളുണ്ട്, വഹി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യരിൽ ഏറ്റവും ഉത്തമനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ചില പ്രത്യേകതകൾ ഒഴിച്ചാൽ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ. അല്ലാതെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ് പടച്ചത് എന്നുള്ളതിനൊന്നും യാതൊരു തെളിവുമില്ല. എന്ന് മാത്രമല്ല, ഇതിന്റെ വിഷയത്തിൽ ഒന്നുകൂടി അതിരികവിഞ്ഞ ഉലാത്തു സൂഫിയ, സൂഫികളിൽ അതിരികവിഞ്ഞ ആളുകൾ, ഓരോ പല സംസാരങ്ങളും യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കുഫറിന്റെ സംസാരമാണ്. എന്താണെന്നറിയോ? അവര് അസ്ദാത്തുൽ മുഹമ്മദിയ അല്ല ഹഖീഖത്തുൽ മുഹമ്മദിയ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു വിശ്വാസം അതെന്താന്ന് പറഞ്ഞാല് ശരിക്കും വലിയ അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദാത്തിൽ നിന്നും ഒരു ഖിസ്മ്, അള്ളാഹുവിന്റെ സത്തയിൽ നിന്ന്, അള്ളാഹുവിന്റെ നാത്തിൽ നിന്ന് കുറച്ച് ഭാഗം മഖ്ലൂഖാത്തുകളുടെ രൂപത്തിലാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോ, സൃഷ്ടികളുടെ രൂപത്തിലാക്കാൻ ഉദ്ദേശിച്ചപ്പോ അള്ളാഹു എന്ത് ചെയ്തു കാര്യങ്ങള്? അള്ളാഹുവിന്റെ വജ്ഹിന്റെ പ്രകാശത്തിൽ നിന്നുള്ള ഒരു പ്രകാശത്തെ റബ്ബങ്ങ് പിടിച്ചു. മനസ്സിലാവുണ്ടോ? അങ്ങനെ കുഫറിന്റെ സംസാരങ്ങളാണ്, സൂഫികൾ സംസാരിക്കുന്നത് കാണാൻ പറ്റൂ. അപ്പോ അള്ളാഹുവിന്റെ ദാത്തിൽ നിന്ന്, സത്തയിൽ നിന്ന് ഒരു അംശം സൃഷ്ടികളുടെ രൂപത്തെ പോലെ ആകാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചപ്പോ അള്ളാഹുവിന്റെ മുഖത്തെ വജ്ഹിൽ നിന്നുള്ള പ്രകാശത്തിൽ ഒരു പ്രകാശത്തെ പിടുത്തം പിടിച്ചു അള്ളാഹ്. എന്നിട്ട് ആ പ്രകാശത്തോട് അള്ളാഹു പറഞ്ഞു, കൂനി മുഹമ്മദാ, നീ എന്താവണോ? മുഹമ്മദ് ആവണം. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായില്ല. അങ്ങനെ ഈ അസാത്തുൽ മുഹമ്മദിയ, ഈ പറയുന്നതിൽ നിന്നാണ് ആകാശവും ഭൂമിയും ദുനിയാവും പരലോകമൊക്കെ പൊട്ടിണ്ടായത് എന്ന വലിയ കുഫറിന്റെ വാദം. അപ്പൊ അള്ളാഹുവിന്റെ ഒരു അംശത്തിൽപ്പെട്ടതാക്കി എന്തിനെ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇതൊക്കെ അതിരി കവിഞ്ഞ കുഫറിന്റെ സംസാരങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ പല സൂഫികളുടെയും അതിരി കവിഞ്ഞ ത്വരീഖത്തുകളുടെ ആളുകളുടെ ഒക്കെ വിശ്വാസങ്ങളാണ്. നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ആളുകൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അവരുടെ ഫിത്നകൾ അവരുടെ എന്താണോ അവർ ജനങ്ങളെ സാധാരണക്കാരതൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മനസ്സിലിങ്ങനെ കയറ്റിയിട്ടുണ്ടാവും. അറിയാത്ത പാവങ്ങൾക്ക് ചിലപ്പോൾ അത് സത്യം അവരെന്ത് ചെയ്യും, വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അതിരി കവിയുന്നതിൽ പെട്ടതാണ് ആദം നബി അലൈഹിസ്സലാമിന് തെറ്റ് സംഭവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുലാക്കി എന്ന് പറയുന്നത്. അത് മഅദൂആയ ഒരു ചില റിപ്പോർട്ടുകളാണ്. യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദ് എന്ന് പറയുന്ന അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കണം, എനിക്ക് പുറത്തു തരണമേ എന്ന മൗദൂആയ, സാധാ ദഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹദീസ് എന്നറിയാം, പക്ഷെ ഇത് കെട്ടിച്ചമച്ചതാ. ഈ ഒരു റിവായത്തിൽ വെച്ചുകൊണ്ട് ആളുകൾ അങ്ങനെ പറയാറുണ്ട്. ആദം നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുലാക്കി. ശരിയാണോ? ഒരിക്കലുമില്ല. സ്വഹീഹായ ഒരു ദലീലും അതിനില്ല. ഈ റിവായത്തിനെ കുറിച്ച് അത് മൗദൂ ആണെന്ന് ഇമാം അദ്ദഹബി റഹ്മഹുല്ലയും ഒരുപാട് മിക്ക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. സിൽസിലത്തു ദഈഫിൽ ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ല അത് വിശദീകരിച്ചതാ. അപ്പോൾ മൗദൂ ആയ ചില റിവായത്തുകൾ വെച്ചുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആറാമത്, ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അതിരി കവിയുന്ന വിഷയമാണ്. അതായത് ഈ മഖ്ലൂഖാത്തുകളെ, സൃഷ്ടികളെ അള്ളാഹു സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണത്താലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണത്താലാണ് സൃഷ്ടികളെ അള്ളാഹു സൃഷ്ടിച്ചുള്ളത്. അതിനവർ പറയുന്നത് ഇതേപോലെ മൗദൂആയ കെട്ടിച്ചമച്ച ചില റിപ്പോർട്ടുകളാണ്. ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, നബിയെ താങ്കൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ലമാ ഖലഖതുൽ അഫ്ലാഖ, ലോകം നാം സൃഷ്ടിക്കുകയില്ലായിരുന്നു എന്ന്. അത് ഖുർആനെതിരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയും ജിന്നിനെ സൃഷ്ടിച്ചേ? അല്ല. കാരണം വ്യക്തമാക്കുന്ന എന്താണ് മനുഷ്യ ജിന്നുകളെ സൃഷ്ടിത്തിന്റെ ലക്ഷ്യമെന്ന് അറിയിക്കുന്ന ആയത്തന്നെ. ഏതാ ആയത്ത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അപ്പോൾ ആയത്തിനെതിരാണത്. അപ്പോൾ ഇതൊക്കെ മൗദൂആയ കെട്ടിച്ചമച്ച റിവായത്തുകളെ അടിസ്ഥാനമാക്കി നാടുകളിൽ ഖുബൂരികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതേപോലെ അവർ പറയുന്ന ഹുലുവിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബ് അറിയുമെന്ന്. അതുകൊണ്ടാണ് ഈ ഗൈബ് അറിയുമെന്ന് അവരുടെ വാദം. അതിന് ഒരുപാട് അവരുടെ സംസാരങ്ങൾ. ബുർദ, ബൂസിരിയുടെ ബുർദ, ബൂസിരിയുടെ ബുർദയിൽ ധാരാളം അപകട വാക്കുകളുണ്ട്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിലൊരു വരിയാണ് فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم. കതിരികളുടെ സംസാരങ്ങൾ എന്താ? فإن من جودك, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭാവനയിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയതാണ് എന്ത്? അദ്ദുന്യ, ദുനിയാവും, വദറതഹ, ദുനിയാവിന്റെ ദറത്ത് രണ്ട് കാര്യവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു പദ. ദുനിയാവിന്റെ ദറത്താര ആഖിറ. അപ്പൊ ദുനിയാവും ആഖിറത്തും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭാവനയാണ്. എന്നിട്ട് പറയുന്നതോ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് ഇൽമിൽപ്പെട്ടതാണ് ഇത്? ലൗഹുൽ മഹ്ഫൂദിലുള്ളത്. ലൗഹുൽ മഹ്ഫൂദിലെ വിജ്ഞാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബ് അറിയുമെന്ന വാദം. ഇതിനെ എന്താണ് പല നിലക്കും വിശദീകരിക്കാൻ പല ആളുകളും. ഇപ്പോൾ ഇബ്നു ഹജറുൽ ഹൈത്തമി ഇതിന് ശറഹ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അതിന് പറയുന്നത് കാണാം. ഹൈത്തമി പറയുന്നത് വജ്ഹു കൗനി ഇൽമിൽ ലൗഹുൽ മഹ്ഫൂദ് മിൻ ബഅദി ഉലൂമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലൗഹുൽ മഹ്ഫൂദിന്റെ ഇൽമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ രൂപം എന്ന് പറഞ്ഞാൽ അന്നല്ലാഹ അത്ലഅഹു ലൈലത്തൽ ഇസ്റാഇ അലാ ജമീഇ മാ ഫിൽ ലൗഹിൽ മഹ്ഫൂദ. ഇസ്റാ രാത്രിയിൽ ലൗഹുൽ മഹ്ഫൂദ് ഉള്ളത് മുഴുവനും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടെന്നാ. വസാദഹു ഉലൂമൻ ഉഖർ, മറ്റു ചില ഇൽമുകളും വർദ്ധിപ്പിച്ചു കൊടുത്തു. കൽ അസ്റാറിൽ മുതഅല്ലിഖത്തി ബിദാത്തിഹി സുബ്ഹാനഹു വ തആല വ സിഫാത്തിഹി, അല്ലാഹുവിന്റെ ദാത്ത് സിഫാത്തുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ പോലെന്നാ. പക്ഷേ ഇത് ബാത്തിലായ സംസാരമാണ്. ഇസ്റാ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാ കാര്യങ്ങളും അറിയിച്ചു കൊടുത്തിരുന്ന വലിയ ദലീലുണ്ട്. ഒരു ദലീലുമില്ലാത്ത സംസാരമാണ് ഇബ്നു ഹജറുൽ ഹൈത്തമിന്റെ ഈ ബുർദക്കുള്ള ശറഹി. ഒരു ദലീലുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ പല സംഭവങ്ങളും
വിഷം പുരട്ടിയ മാംസം കഴിച്ച സംഭവം ഉണ്ടല്ലോ. ഇങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഖുർആന്റെ നസ്സ് കൊണ്ടല്ല, ഖുർആന്റെ ആയത്തിനെതിരാണ്. അവരുടെ വാദം ലൗഹുൽ മഹ്ഫൂദിലുള്ളതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമല്ല, അള്ളാഹു അറിയിച്ച് ഇസ്രാ രാത്രി അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവർ ഒരു ദലീലുമില്ലാത്ത ബാത്തിലായ നിലക്ക് വാദിക്കാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്താ? ഖുൽ, നബിയെ പറയണം, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, ഞാൻ ഒരിക്കലും നിങ്ങളോട് എൻ്റെ അടുക്കലാണ് അള്ളാഹുവിന്റെ ഖജനാവ് എന്ന് ഞാൻ പറയൂല. വലാ അഅലമുൽ ഗൈബ, ഞാൻ ഗൈബ് അറിയുന്ന ആളുമല്ല. വലാ അഖൂലു ലക്കും ഇന്നി മലക്, ഞാനൊരു മലക്കാണെന്ന് നിങ്ങളോട് ഞാൻ പറയൂല. ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ, അള്ളാഹു എനിക്ക് വഹീ തരുന്നുണ്ട്, അതിലൂടെ അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുമെന്ന് മാത്രം, അല്ലാതെ ഗൈബ് അറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, സൂറത്തുൽ ആറാഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വലൗ കുൻതു അഅലമുൽ ഗൈബ, വലൗ കുൻതു അഅലമുൽ ഗൈബ, ഞാൻ ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈരി, ഞാൻ ധാരാളം ഖൈറാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുമായിരുന്നു. വമാ മസ്സനി യസ്സൂ, ഒരു ബുദ്ധിമുട്ട് എന്നെ ബാധിക്കൂല. കാരണം ലൗഹുൽ മഹ്ഫൂദിലുള്ള എല്ലാം അറിയായിരുന്നെങ്കിലേ പിന്നെ ദുനിയാവിൽ വല്ല ബുദ്ധിമുട്ട് ബാധിക്കുമോ? ഇല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, മുഅ്മിനീങ്ങളായ ഖൗമിനെ താക്കീത് ചെയ്യുന്നവനും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മാത്രമാണ് ഞാൻ. അപ്പോൾ അത് ഖുർആനിൽ വ്യക്തമാക്കി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതിനെതിരാണ് ഇവർ പറയുന്ന ഈ സംസാരങ്ങളൊക്കെ. എന്താ? ലൗഹുൽ മഹ്ഫൂദൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവിൽ നിന്നുള്ളതാണ്. ലൗഹുൽ മഹ്ഫൂദിലുള്ളത് എന്ന് പറയുന്നത് ഒലുവാൻ, അതിരി കവിരാൻ. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്, അതിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന ബശർ, ഞാനൊരു മനുഷ്യനാണ്. നോക്കണേ, തർക്കം വരുമ്പോ ബലി പറയുന്ന എത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാവില്ല. എന്താ? ഇന്നമാ അന ബശർ, ഞാനൊരു മനുഷ്യനാണ്. വ ഇന്നകും തഖ്തസിമൂന ഇലയ്യ, സ്വാഭാവികമായിട്ടും ആളുകൾക്ക് തർക്കം ഉണ്ടാവും. അപ്പൊ അത് പരിഹരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്കാണല്ലോ വരിക. അപ്പൊ രണ്ടാളുകൾ ചിലപ്പോൾ അല്ലെ ഒരു സാധനത്തിന്റെ വിഷയത്തിൽ തർക്കം, ഇത് ഇന്റേതാണ്, മറ്റവൻ പറഞ്ഞത് ഇന്റേതാണ്. അപ്പൊ അവസാനം അവർ തീർപ്പ് കൽപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോകും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാട്ടോ, വലഅല്ല ബഅദകും അയകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദ്. ആണോ? എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിങ്ങളിൽ ചിലരുടെ വാക്കിന്റെ സാമർത്ഥ്യം കൊണ്ട് നല്ല സ്ഫുടമായ അൽഹന, നല്ല സംസാരിക്കാൻ നല്ല കഴിവുണ്ടാവും. അവന്റെ വാക്കിന്റെ സംസാരത്തിന്റെ പവർ കൊണ്ട് ചിലപ്പോ മറ്റോന്റെ സാധനം എന്താണ് കവർന്നെടുക്കാൻ ചില വാക്കുകൊണ്ട് ചിലർക്ക് സാധിക്കും. ഒരാൾ ഒരു സാധനത്തിന്റെ വിഷയത്തിൽ തർക്കം വന്നു, അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരുത്തൻ്റെതാണല്ലോ ആവുക. പക്ഷെ അവന് സംസാരിക്കാനും സമർത്ഥിക്കാനുള്ള കഴിവുണ്ടാവില്ല. മറ്റവനോ ഓൻ്റെതല്ല ഓനറിയാം, പക്ഷെ ഓൻ സംസാരം കൊണ്ടും നുണ പറഞ്ഞുകൊണ്ടും പലതും പറഞ്ഞിട്ടേക്കോ അതിൻ്റെതാണ് സമർത്ഥിക്കും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരും. ഇങ്ങനെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അപ്പൊ ഞാൻ ചിലപ്പോൾ വിധിക്കുക, ഞാൻ കേട്ടത് അടിസ്ഥാനത്തിൽ എനിക്ക് രണ്ടാളുകൾ ഇങ്ങനെ സംസാരിക്കുന്നു, അവൻ പറയുന്നത് ഇൻ്റെതാണ്, മറ്റോ പറയുന്നത് ഇൻ്റെതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട സംസാരത്തിൽ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കുന്നതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫമൻ ഖദൈതു ലഹു മിൻ ഹഖ്ഖി അഖീഹി ശൈഅ, ആർക്കെങ്കിലും തൻ്റെ സഹോദരന്റെ അവകാശത്തിൽപ്പെട്ട ഒന്ന് ആർക്കെങ്കിലും ഞാൻ അറിയാതെ വിധിച്ചു പോയാൽ ഫലാ യഖുദ്, അവനത് എടുക്കരുത് എന്നാ. നോക്കി, അപ്പോ ഇത്രയും ഗൈബ് അറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ? വിധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മാറിപ്പോകും. ചിലപ്പോ അവന്റെ സംസാരം കൊണ്ട് യഥാർത്ഥത്തിൽ മറ്റവന്റെ സാധനമായിരിക്കും, അത് തിരിച്ച് അത് നിനക്കുണ്ടോ നിന്റേതാണ്, ചിലപ്പോൾ പിരിച്ചു പോകും. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബശർ എന്ന് പറഞ്ഞത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നമാ അഖ്തഉ ലഹു ഖിതഅതൻ മിനൻ നാർ, അങ്ങനെ ആരെങ്കിലും ഞാൻ വിധിച്ചു, പക്ഷെ അത് മറ്റു സഹോദരന്റെ അവകാശമാണ്, എന്നിട്ട് അവൻ അതങ്ങനെ എടുത്തു നടന്നാൽ അവന് നരകത്തിൽ നിന്നുള്ള തീ കഷ്ണം ഞാൻ അവന് ഉണ്ട് എന്ന് ഉറപ്പ് നൽകുകയാണ്. അപ്പൊ ഇതൊക്കെ ഇവർ വാദിക്കുന്ന വാദങ്ങളോട് ഒരിക്കലും യോജിക്കാത്ത കാര്യങ്ങളാണ്. ഖൈബറിയും ലൗഹുൽ മഹ്ഫൂദുള്ളത് അറിയിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഒരു ദലീലും ഇല്ലാത്ത കാര്യമാണ്. അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ അതിരി കവിയുന്നതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഗാസ ചോദിക്കുക. നമ്മൾ പറഞ്ഞു അത് ശിർക്കുൻ അക്ബർ, ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്, യാതൊരു സംശയവുമില്ല. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, ചില ആളുകൾ
യൂസുഫ് നബഹാനിയെ പോലുള്ള ആളുകൾ അതിരി കവിഞ്ഞ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ചില സ്വലാത്തുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി ലൗഹി റഹ്മാനിയതിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലൗഹും അതേപോലെ അർശപ്പാക്കി മാറ്റിയിട്ടുള്ള അതിരി കവിഞ്ഞ ചില സ്വലാത്തുകൾ പുത്തനായി കണ്ടുപിടിച്ച് അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അതിരി കവിയൽപ്പെട്ടതാണ്. അടുത്തത് പ്രധാനമായ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുന്നത്, പലപ്പോഴും ആളുകൾക്ക് സംശയമുള്ളൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഥവാ പുകഴ്ത്തുന്നതിൽ അല്ലെങ്കിൽ അതിരി കവിയുന്നതിൽ പെട്ടൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മാത്രം ലക്ഷ്യം വെച്ച് മസ്ജിദ് നബവിയിലേക്ക്, അവിടുത്തെ നിസ്കാരമല്ല അവിടെ പോയി നിസ്കരിക്കുക, മസ്ജിദ് നബവിയിൽ പോകണം നിസ്കരിക്കണം എന്നല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മാത്രം സന്ദർശിക്കണമെന്ന നിയ്യത്താക്കിയിട്ട് ഖബർ സന്ദർശിക്കാൻ പോവൽ അത് ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ്. അത് ഉലുവുപ്പെട്ടതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞു, മിൻഹും മൻ ലാ യഖ്സിദു ഇല്ലാ മുജറദൽ ഖബ്രി വലാ യഖ്സിദു الصلاة في المسجد ഔ ലാ യുസല്ലി ഫീഹി ഫഹാദാ ലാ റൈബ അന്നഹു ലൈസ ബിമശ്റൂ. അതായത് മിൻഹും ചില ആളുകളുണ്ട്, മൻ ലാ യഖ്സിദു ഇല്ലാ മുജറദൽ ഖബ്ർ, അവർക്ക് ഇത്രേ ലക്ഷ്യമുള്ളൂ ഖബർ സന്ദർശിക്കണം. വലാ യഖ്സിദു الصلاة في المسجد, പള്ളിയിൽ ആ പള്ളിയിൽ കയറിയിട്ട് പുണ്യം ഉദ്ദേശിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ മസ്ജിദാണല്ലോ, പുണ്യമുള്ളതാണല്ലോ നിസ്കാരം, അവിടെ കയറി നിസ്കരിക്കണം, അവിടെ പള്ളിയിൽ കയറിയിട്ടാൽ നിസ്കരിക്കണം എന്നൊരു ചിന്ത, അതൊന്നുമല്ല, കേവലം ഖബർ സന്ദർശനം മാത്രം. ഫഹാദാ ലാ റൈബ അന്നഹു ലൈസ ബിമശ്റൂ, സംശയമില്ല ഇത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണോ? ഒരിക്കലുമല്ല. ഇത് ഒരുപാട് ഉലമാക്കൾ വ്യക്തമാക്കിയ കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുമോ, ഇപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ ഈ അൽ ഹുജ്റത്തുൻ നബവിയ്യ അത് ഇന്ന് പള്ളിക്കുള്ളിലാണല്ലോ, മസ്ജിദ് നബവിയിൽ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ അത് മുഖേന ഒരുപാട് ആളുകൾ ഫിത്നയിലായിട്ടുണ്ട്. എന്താ ഇസ്ലാമിൻ്റെ നിയമം എന്താ? പള്ളിക്കുള്ളിൽ ഖബർ പാടുണ്ടോ? ഇല്ല. ഖബറിൻ്റെ മേലെ പള്ളി ഉണ്ടാക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ മസ്ജിദുൽ നബവിയിൽ ഇല്ല എന്നുള്ള ചോദ്യം, അതിൻ്റെ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അൽ ഹുജ്റത്തുൻ നബവിയ്യ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ് പള്ളിയോട് ചേർന്നുള്ള. അതിൻ്റെ ഉള്ളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരുടെയും ഖബറുള്ളത്. അത് ആ കാലഘട്ടത്തിലും സഹാബാക്കളുടെ കാലഘട്ടത്തിലൊക്കെ എന്താണ്, പള്ളിക്കുള്ളിലാണോ? ഒരിക്കലുമല്ല. പിന്നീട് വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് പള്ളി ഒന്ന് വിശാലമാക്കേണ്ട അവസ്ഥ വന്നു. വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ പള്ളി വിശാലമാക്കേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ വിശാലമാക്കിയപ്പോൾ അതിനുള്ളിലായി പോയതാണ്. മനസ്സിലാവുന്നുണ്ടോ? അന്ന് തന്നെ അതിനെ പല താബിഈങ്ങളും എതിർത്തതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പല ഉലമാക്കളും പല താബി പണ്ഡിതന്മാരും അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ വിശാലമാക്കേണ്ട ആ അവസ്ഥ ഒരു പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഇന്ന് നമ്മുടെ നാട്ടിലെ ഖുറാഫുകൾ ചെയ്ത് കൂട്ടുന്ന പോലെ അവർ വിശ്വസിക്കുന്ന പോലെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല. വിശാലമാക്കാവുന്ന നിലക്ക് ആ മസ്ലഹത്ത് ഉദ്ദേശിച്ച് ചെയ്തതായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഫിത്നയിലായിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ സംസാരിക്കും, ആ മസ്ജിദ് നബവിയിൽ ഖബറില്ലേ എന്ന്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് വിശാലമാക്കാൻ അന്നല്ല താബിഈങ്ങൾ പലരും എതിർത്തത് ചരിത്രത്തിൽ കാണാൻ പറ്റും. പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ചോദിക്കും, എന്നാ പിന്നെ പിൽക്കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഒന്നും സൗദിയിൽ അതൊന്ന് പൊളിച്ചാൽ അതവിടുന്ന് മാറ്റിക്കൂടെ എന്ന ചോദ്യം. അതെന്തുകൊണ്ടാ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നത്? തെറ്റായ കാര്യം തന്നെയാണ്. പക്ഷെ അത് മാറ്റാൻ നിന്ന ഒരുപാട് ഫിത്നകൾ ഉണ്ടാവും. ചിലപ്പോൾ ആളുകൾ അന്ന് ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും വിമർശിക്കാൻ കിട്ടി അതിന് കാത്തുക ശത്രുക്കൾ. അപ്പോൾ അവർ പറയും എന്താ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നു, അവഹേളിക്കുന്നു, അങ്ങനെ ഒരുപാട് ഫിത്നകളുണ്ടാവും. അതുകൊണ്ടാണ് അതൊന്നും അങ്ങനെ നീക്കാതെ നിലനിർത്തിയത് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അല്ലാതെ ഈ ആളുകൾ പറയുന്നത് പോലെ അല്ല. അത് വ്യക്തമായ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലഘട്ടത്തിൽ വേറെ ഇനി ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മാത്രം ലക്ഷ്യം വെച്ച് പോകുക എന്നുള്ളത് ഗുലുവിൽപ്പെട്ടതാന്ന് പറഞ്ഞു. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്.
പുണ്യം ഉദ്ദേശിച്ച യാത്ര പോകേണ്ടി എങ്ങോട്ടാ? 3 സ്ഥലങ്ങളാണ്. ഒന്ന് അൽ മസ്ജിദുൽ ഹറാം വ മസ്ജിദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനത്തെ പള്ളി, വ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മഖ്ദിസ്. ബൈത്തുൽ മഖ്ദിസിനാണ് ചില ബൈത്തുൽ മുഖദ്ദസ് പറയും. അല്ല് കൂട്ടി പറയുമ്പോൾ നമുക്ക് എന്താ പറയാ? അൽ ബൈത്തുൽ മുഖദ്ദസ് പറയും. അല്ലാതെ പറയുമ്പോഴോ മുദാഫ് മുദാഫിലേക്ക് പറയാം ബൈത്തുൽ മഖ്ദിസ് എന്ന വേറെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇസ്ലാമിക ശരീഅത്തിൽ സിയാറത്തു ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഒരു രീതി ഇസ്ലാമിക ശരീഅത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞതായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഒരാൾ മദീനത്തെ പള്ളി സന്ദർശിക്കണം, അതിൽ പോയി നിസ്കരിക്കണം, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും ഒന്ന് സന്ദർശിക്കണം എന്നാരെങ്കിലും ഉദ്ദേശിച്ചാൽ അത് പുണ്യമുള്ള കാര്യമാണ്. അത് കുഴപ്പമുണ്ടോ? ഇതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇസ്ലാം സ്വന്തമായി സ്വതന്ത്രമായി ഒറ്റക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ വിത്തമാണ്, മറ്റൊന്നിനോട് പിന്തുടർത്തി ഇസ്ലാമിൽ പറ്റും. അതിൽപ്പെട്ട ഒന്നാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മാത്രം ലക്ഷ്യമാക്കി സിയാറത്ത് ബുലൂഗിൽപ്പെട്ടതാ, പാടില്ലാത്തതാണ്. എന്നാൽ മദീനത്തെ പള്ളിയിൽ പോകണം, ഇൻഷാ അല്ലാഹ് അവിടെ നിസ്കരിക്കണം, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും ഒന്ന് സന്ദർശിക്കണം, അതോ പുണ്യമുള്ള കാര്യമാണ്. അത് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അതുകൊണ്ടാണല്ലോ ഈ ഒരു പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ പറ്റും. ഈ അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറെല്ലാം ഒരുപാട് തവണ ഇങ്ങനെ സന്ദർശിക്കുന്നതിലെ വെറുത്ത ഇമാം മാലിക് റഹ്മത്തുള്ളാഹി സംസാരം നമുക്ക് കാണാം. എന്താ ഇങ്ങനെ പറയുന്നത്, എപ്പോഴും ഇങ്ങനെ ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്ന് ഇങ്ങനെ സന്ദർശിക്കുക എന്നുള്ളത് വെറുത്ത കാര്യമാണ്. അത് എന്താ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയന്നൊരു കാര്യമാണ്. അല്ലാഹുവോട് ദുആ ചെയ്താണല്ലോ, അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരിടമാക്കി മാറ്റേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞതും എന്താ, എപ്പോഴും എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് അത് വെറുക്കപ്പെട്ട കാര്യം. കാരണം എന്താ? അതിന് ഈ ഹദീസ് അവർ കാരണം പറഞ്ഞു ഉമാമിങ്ങൾ. കാരണം എന്താണെന്നറിയോ? എപ്പോഴും വരിക, എപ്പോഴും വന്ന് ഇബാദത്ത് ചെയ്യുന്ന ഇടമെന്ന് പറഞ്ഞാൽ എന്താ? ഏതാ? പള്ളിയാണ്. അപ്പൊ എപ്പോഴും അതിങ്ങനെ സന്ദർശിക്കാൻ നിന്നാ അതാ പള്ളിയെ പോലെ, അതാണ് ആരാധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന രീതി വരും. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ അങ്ങനെ പറയാൻ കാരണം. മനസ്സിലായോ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മസ്ജിദിൽ കയറിയാൽ, നമുക്ക് പള്ളിയിൽ കയറിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് ചെയ്യാ? സലാമും സലാത്തൊക്കെ പറയാം. കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ അവിടുന്ന് ആ പള്ളിയിൽ കയറിയാൽ ഹുജറത്തു നബവിയുടെ അടുക്കൽ നിന്ന് പ്രത്യേകം പറയൽ പുണ്യമുണ്ടോ എന്നതിൽ രണ്ടഭിപ്രായവും ഫുഖഹാക്കൾക്കിടയിൽ കാണാം. ഇമാം ഷാഫി റഹ്മഹുല്ലാഹ്, ഇമാം മാലിക്, ഇമാം അഹ്മദ്, ഇമാം അബൂ ഹനീഫ ഒക്കെ പറഞ്ഞത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ കയറിയ അൽ ഹുജറത്തു നബവിയോട് അടുത്ത് വെച്ചിട്ട് സലാം പറയുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണെന്ന്. അതിനവർ തെളിവ് പറഞ്ഞത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യഖിഫു അലാ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയുസല്ലി അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ അബീ ബക്ർ വഉമറ എന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ നിന്നിട്ട് സലാത്തും കബറാളികൾക്ക്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും എന്താണ് സലാത്ത് ചൊല്ലിയതായി ഉണ്ട്. അത് വെച്ചിട്ട് പുണ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രത്യേകം അവിടുന്ന് പുണ്യമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഉബൈദുല്ലാഹ് ബിൻ ഉമർ അദ്ദേഹം പറയാണ്, വഖാല മാ നഅലമു അഹദൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅല ദാലിക ഇല്ല ഇബ്നു ഉമർ. ഇങ്ങനെ ഖബറിന്റെ അടുക്കൽ പോയി ഇങ്ങനെ ചെയ്തത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് അറിയൂ, കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പ്രത്യേകം എവിടുന്ന് പറയാം, നമുക്ക് ഇവിടുന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത്, അത് അവിടെ എത്തുമെന്ന് നിങ്ങൾ പലപ്പോഴും കേട്ട ഹദീസാണ്. അപ്പോൾ അവിടുന്ന് പ്രത്യേകം ചെയ്യൽ പുണ്യമുണ്ടെന്നും രണ്ടഭിപ്രായമുണ്ട് ഫുഖഹാക്കളുടെയും. അല്ലാഹു അലം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് തവണ യുക്റഹു തക്റാറു സിയാറത്തിൽ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപാട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഇങ്ങനെ ആവർത്തിച്ച് സിയാറത്ത് ചെയ്തതിനെ പണ്ഡിതന്മാർ കുറച്ചു എന്ന് പറഞ്ഞല്ലോ. അല്ലാമ ഇബ്നു റുഷ്ദ് അൽ മാലിക്കി അദ്ദേഹം പറയാൻ, വയുക്റഹു ലഹു അൻ യുക്സിറൽ മുറൂറ ബിഹി
വസ്സലാമു അലൈഹി വല്ലിതിയാന കുല്ല യൗമിൻ ഇലൈഹി. വെറുക്കപ്പെട്ട കാര്യമാണ് എന്ത്? എന്നും ഖബറിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോവുക, എപ്പോഴും സലാം പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും ഖബറിന്റെ അടുത്ത് ചെല്ലുക. അതെന്താണ്? വെറുക്കപ്പെട്ടു. എന്തേ? കാരണം അല്ലാ യുജഅലൽ ഖബറു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖബർ ആക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ബിഫിഅലിഹി, അവന്റെ ആ പ്രവൃത്തി കൊണ്ട്, ബിഫിഅലിഹി ദാലിക കൽ മസ്ജിദി, എന്നും ഖബറിന് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കുക, എന്നും സലാം പറയും, എന്നും പോവാന്നുള്ളത് അത് പള്ളിയെപ്പോലെ ആവുന്നൊരവസ്ഥ വരും. അല്ലദീ യുഅ്താ കുല്ല യൗമിൻ ലിസ്സലാത്തി ഫീഹി, എന്നും നിസ്കാരത്തിന് വേണ്ടി വരുന്ന പള്ളിയെപ്പോലെ കബറിടമാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വഖദ് നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ദാലിക, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യമാണല്ലോ. അല്ലാഹുമ്മ ലാ തജൽ ഖബ്രി വസറൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഫുഖഹാക്കൾ പറയാൻ കാരണം. ഒരുപാട് മസ്ജിദ് പള്ളിയിൽ പോവുക, സ്വഭാവികമായിട്ട് അവിടെ പോകുമ്പോൾ എന്ത് ചെയ്യുക? നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സലാത്തും സലാമും ഒക്കെ ചെല്ലാം. അല്ലാണ്ട് അതിങ്ങനെ പതിവാക്കിയിട്ട് ഇങ്ങനെ ഖബറിന്റെ അടുക്ക പോകുക എന്നുള്ളത് വെറുക്കപ്പെട്ട കാര്യമാണ്. അതേപോലെ അതോടൊപ്പം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ നിന്ന് ദുആ ചെയ്യൽ സുന്നത്താണ്. അങ്ങനെ ഒരു കൗലില്ല. അങ്ങനെ പറയലും അതെന്താണ്? അത് ഗുലുവാണ്. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറഞ്ഞു, ലാ അറാ യഖിഫർ റജുലു ഇൻദ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്ക പോയിട്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നത് അതൊരു പ്രത്യേകമായ അല്ല എന്താണ് ജവാബ് കിട്ടാൻ സാധ്യതയുള്ള അല്ല സുന്നത്തായ ഒരു കാര്യമായിട്ടോ നമ്മൾ മനസ്സിലാക്കുന്നില്ല. വലാകിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിക്കുമ്പോൾ യുസല്ലി, സലാം പറയാം, സുമ്മ യംദി, എന്നിട്ട് പോവാ, അത്രേ ഉള്ളൂ. അല്ലാതെ ഖബറിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കലിൽ വെച്ച് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്നോ അല്ലെങ്കിൽ അവിടുത്തെ ദുആ ചെയ്യൽ സുന്നത്താണെന്നോ ഒന്നുമില്ല. അങ്ങനെ പറയരുത്. എന്താണ്? ഗുലുവാണ്. അവസാനമായി പല ആളുകളും പറയുന്നതാണ്, ഈ അൽ ഹുജറത്തുൻ നബവി ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയ ആ വീട്, അതാണ് അഫ്ദലു മിനൽ കഅബ വൽ അർശ് ഹമലത്തുൽ അർശ്, മലക്കുകൾ കഅബയേക്കാളും അർശിനേക്കാളും, ഹമലത്തുൽ അർശ് അർശിന്റെ വാഹകരായ മലക്കുകളെക്കാളും, വൽ ജന്ന സ്വർഗത്തെക്കാളും അഫ്ദൽ എന്ന് പറയൽ അതുപോലെ വാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികൾ ഏറ്റവും ഉത്തമനാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറമാടിയ അൽ ഹുജറത്തുൻ നബവിയ കഅബയേക്കാളും അർശിനേക്കാളും ഹമലത്തുൽ അർശ് അർശിന്റെ വാഹകരായ മലക്കുകളെക്കാളും ഒക്കെ വൽ ജന്ന സ്വർഗത്തിനേക്കാളും ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അതെന്താണ്? ഗുലുവാണ്. അവസാനമായി ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഇത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാത്തതാണ്. അതായത് ചില സ്ഥലങ്ങളിലോ പള്ളിയിലോ അല്ലാഹു മുഹമ്മദുൻ എന്ന് ചേർത്ത് ചെയ്ത അതിനെ പണ്ഡിത ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വിരോധിച്ചിട്ടുണ്ട്. അല്ലാഹു അങ്ങനെ തന്നെ മുഹമ്മദുൻ ഫഹാദ നൗഉം മിന ശിർക്കി എന്നാണ്. ഷിർക്കുൽ അസ്ഗറിലാണ്. അപ്പോൾ ഇങ്ങനെ ഷിർക്കുൽ അസ്ഗറിൽ പെട്ടൊരു കാര്യമാണ് അങ്ങനെ എഴുതുന്നത്. കാരണം എന്താ? പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ലഫ്ദുൽ നമ്മൾ പറയുന്നതിലും തസ്വിയത്ത് ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാഷാ അല്ലാഹ് വശാ മുഹമ്മദ് എന്ന് പറയാൻ പാടില്ല. മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചും വാ എന്താ മുത്തലക്കുൽ ജമ്മിന വാ അത്ഫിട്ട് പറയാ. വശാ മുഹമ്മദ് എന്ന് നിങ്ങൾ പറയരുത്. അതൊരു തസ്മിയത്ത സെയിമാക്കുന്ന വസ്തു. മറിച്ച് എങ്ങനെ പറയണോ? മാഷാ അല്ലാഹ് സുമ്മ ഷാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ പറച്ചിലും അള്ളാഹുനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും തസ്വിയ ഒരേപോലെ ആക്കുന്ന അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുത്തിലും ഉണ്ടാവാൻ പാടില്ല. എഴുത്തിലും എന്താ? അള്ളാഹ് തന്നെ എഴുതി തൊട്ടിടനെ മുഹമ്മദ് അതുണ്ടാവാൻ പാടില്ല. അങ്ങനെ കെട്ടി എഴുതി തൂക്ക പള്ളിയിലും മറ്റു സ്ഥലങ്ങളിലും അതൊക്കെ ഒലുവായ കാര്യം തന്നെയാണെന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത് കാണാം. അപ്പൊ ഇത്രയും നമ്മൾ ചുരുക്കി പറഞ്ഞത് ലാ തുതുറൂനി, നമ്മുടെ ഹദീസുമായി ബന്ധപ്പെട്ട ലാ തുതുറൂനി, എന്നെ നിങ്ങൾ അമിതമായി പുകഴ്ത്തരുത് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ അമിതമായി പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നതിൽപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ എണ്ണി പറഞ്ഞത്. ഖബറിൽ ഇപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയവിയായ ജീവിതം നയിക്കുന്നുണ്ട്. അതേപോലെ അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണ്, അള്ളാഹുവിന്റെ ഒരു അംശം തന്നെയാണ്. അള്ളാഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് ഇത് കുഫ്റാണ്. അതേപോലെ ആദം നബി അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുലാക്കി എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണമായിട്ടാണ് സൃഷ്ടികളെ പടച്ചു എന്ന് പറയുന്നത്,
ലൗഹുൽ മഹ്ഫൂദിൽ ഗൈബ് അറിയുമെന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് മാത്രം ലക്ഷ്യം വെച്ച് സിയാറത്തിന് പോകുന്നത്, ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം എന്താണ്? ഗുരുവിൽപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഹദീസിന്റെ അർത്ഥം ഒന്നും കൂടി നമ്മൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖൂല അലൽ മിംബരി, മിംബർനാ പറയുന്നത്, സമീഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ലാ തുതുറൂനി, നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്, കമാ അത്റത്തിൻ നസറ ഇബ്നു മറിയം, ഇബ്നു മറിയം നസാറാക്കൾ പുകഴ്ത്തതുപോലെ, ഫഇന്നമാ അന അബ്ദു, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്, ഫഖൂലു അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയാണ് നിങ്ങൾ പറഞ്ഞോളി, വറസൂലുഹു എന്നും നിങ്ങൾ പറഞ്ഞുകൊള്ളി, ഒരു കുഴപ്പമില്ല. പിന്നെ മുമ്പ് പറഞ്ഞ ഹദീസ് അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. ബാറകല്ലാഹു ഫീക്കും. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.